ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വർഷയ്ക്ക് പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. വർഷയുടെ ബോധം തിരിച്ചു വന്നു. പക്ഷേ ഡോക്ടർ, എന്തൊരു പക്ഷേ അച്ഛമ്മയ്ക്കും വർഷയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. വർഷയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവാ. ചിലപ്പോ ബ്ലഡ് കൊടുക്കേണ്ടി വരും. എന്റെ ബ്ലഡ് ഗ്രൂപ്പും ബി നെഗറ്റീവാ. ആണോ? നന്നായി. ചിലപ്പോ ബ്ലഡ് കൊടുക്കേണ്ടി വരുമെന്നേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. മിക്കവാറും വേണ്ടി വരില്ല. എന്തായാലും വന്ദന എങ്ങോട്ടും പോകുന്നില്ലല്ലോ? ഇല്ല, ഞാൻ എങ്ങോട്ടും പോണില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. ശരി. ഹലോ. വർഷയ്ക്ക് കൂട്ടിനായി വന്ദനയെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോ വർഷയുടെ ഭർത്താവിന് അതത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്താ, വന്ദനയും വിക്രമും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല. രാത്രി വന്ദനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി വന്ദനെ ഒഴിവാക്കാൻ നോക്കിയതാ. ഓ, അത് ശരി. തിരക്കില്ല വന്ദനെ. വിശേഷം പറച്ചിലൊക്കെ പിന്നീടാവാം. ഏതായാലും വന്ദന ഇവിടെ ഉണ്ടാവുമല്ലോ. ഞാൻ ഫ്രീ ടൈമിൽ വരാം. ശരി ശരി. നിന്റെ ജോലി നടക്കട്ടെ. കണ്ടില്ലേ, ഭാര്യ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും വിക്രമിന് ബിസിനസ്സും ഫോൺ ചെയ്യലൊക്കെയാണ് പ്രധാനം. പ്രിയ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ആശുപത്രിയിൽ വന്നത് വിക്രമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. വന്ദന മാത്രമല്ല, നമ്മൾ ആരും വന്നത് വിക്രമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതൊന്നും നമ്മളിപ്പോ ശ്രദ്ധിക്കാൻ പോണ്ട. എന്തെങ്കിലും ചെയ്യ്. അമ്മേ, മോളെ, അച്ഛാ, എന്താ പറ്റിയത്? അവരെവിടെയാ? എനിക്കിപ്പോ അവരെ കാണണം. ബഹളം വയ്ക്കാതെ. വർഷയ്ക്കും അച്ചമ്മയ്ക്കും ഇതുവരെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഡോക്ടർ പരിശോധിച്ചോണ്ടിരിക്കുക. അച്ഛനും അമ്മയും സമാധാനമായിട്ട് നിന്നാ മതി. എന്താ മോനെ അവർക്ക് സംഭവിച്ചത്? ഞാൻ ടെറസിൽ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. മുത്തശ്ശിയുടെ നിലവിളി കേട്ട ഓടിച്ചെന്നത്. അപ്പോഴേക്കും മുത്തശ്ശിയും വർഷയും ബോധമില്ലാതെ വീണ് കിടക്കുന്ന കണ്ടത്. മുത്തശ്ശി താഴെ വീണ് കിടക്കുന്ന കണ്ട് തല ചുറ്റി വർഷ താഴേക്ക് വീണതാവും. ദൈവമേ, ചതിച്ചോ? എല്ലാ വിഷമങ്ങളും മറച്ചു വെച്ചുകൊണ്ടാ വർഷം പോലെ നോക്കാൻ അമ്മ ഇറങ്ങി തിരിച്ചത്. വർഷ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അമ്മയ്ക്ക്. ആപത്തൊന്നും കൂടാതെ രണ്ടും രണ്ട് പാത്രമാക്കിയിട്ടേ വരുള്ളൂ പറഞ്ഞിട്ട് അമ്മ പുറപ്പെട്ടത്. ഞാൻ പറഞ്ഞു ഉത്സാഹിപ്പിച്ച അമ്മ അവിടെ കൊണ്ടുവിട്ടത്.
അച്ഛനെയും അമ്മയൊക്കെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഇല്ല, എന്റെ അശ്രദ്ധ ഉണ്ടാ. ഞാൻ കാരണം വർഷയ്ക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ആ സമയത്ത് ടെറസിൽ ഫോൺ ചെയ്യാൻ പോകരുതായിരുന്നു. ഞാനിപ്പോ ഫോണിൽ വിളിക്കുന്നത് വിദേശത്തുള്ള ഹോസ്പിറ്റലുകളിലാണ്. ഇതിന് ബെറ്റർ ചികിത്സ കിട്ടുന്നിടത്ത്. അതിന് ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ഞാൻ വർഷയെ മുത്തശ്ശി കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയിരിക്കും. ഡോക്ടർ, മുത്തശ്ശി ഒബ്സർവേഷനിലാ. 48 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ? ഡോക്ടറെ, എന്റെ മോള് വർഷയ്ക്ക് പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. വർഷയുടെ ബോധം തിരിച്ചു വന്നു. പക്ഷേ ഡോക്ടർ, എന്തോ ഒരു പക്ഷേ വർഷ അബോർഷനായി. അയ്യോ, മാനത്തെ കൊട്ടാ